ഹായ് അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പായം വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഉന്നക്കായൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ 4 മണി ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് നേന്ത്രപ്പായ എടുത്തിട്ടുണ്ട്. അധികം പഴുക്കാത്ത നേന്ത്രപ്പായാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇഡ്ഡലിത്തട്ടിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് തട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പായം വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ആവി കയറ്റിയിട്ടെടുക്കുക. അങ്ങനെ ഇതാ ഒരു 10 മിനിറ്റിന് ശേഷം നമ്മൾ പായൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടി ഒരു പാനിലേക്ക് 1-2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് വറുത്തെടുക്കുക. അങ്ങനെ ഇതാ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു 5 മിനിറ്റ് നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോഴേക്കും ഞാനിവിടെ പായൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഓരോ ബോൾസ് ആക്കിയിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫില്ലിങ് 1 ടീസ്പൂണോളം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിലൊക്കെ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ അതാ ഞാൻ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചൂടായ എണ്ണയിലിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കണം. എല്ലാ സൈഡും തിരിച്ചും മറിച്ചിട്ടിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ നമ്മളെ ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാതും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം കേട്ടോ. നേന്ത്രപ്പായൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. നല്ല മഴ പെയ്യുന്ന സമയത്ത് ചൂട് കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കാം കേട്ടോ. നിങ്ങളെൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.